അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അയലമീൻ കിട്ടിയാൽ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ കറി വെക്കുന്നത്. നല്ല പച്ച മാങ്ങയും മുളകും ചേർത്ത് തിളപ്പിച്ചിട്ടെടുക്കും. ഇങ്ങനെ വെക്കുന്നതിന് തിളപ്പിച്ചിട്ടെടുക്കാന്നാണ് കേട്ടോ പറയുന്നേ. ഇതിന്റെ ആ പുളിയും എരിവും മീനിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ലാട്ടോ. ചൂട് ചോറും ഈ അയല മീൻ കറിയും ഉണ്ടെങ്കിൽ പിന്നെ ഊണ് കുശാലായി. അപ്പൊ ഞാൻ ദാ മീനെല്ലാം നല്ലപോലെ വെട്ടി തേച്ച് കഴുകി വൃത്തിയായി പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചടപടേന്ന് മീൻകറി വെച്ചാലോ. ദാ ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു. അത് നന്നായി പൊട്ടി തുടങ്ങിയപ്പോൾ എല്ലാം ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ചുവന്ന ഉള്ളി, 2 ചോള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പിട്ടു. പിന്നെ ദാ ഒരു തക്കാളി ഇതുപോലെ നല്ലപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. തക്കാളിയിലെ വെള്ളം എല്ലാം മാറി ദാ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിലെ എണ്ണ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമാണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇപ്പൊ നല്ലപോലെ തിളയെല്ലാം വന്നു തുടങ്ങി. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പൊ വൃത്തിയായി വെച്ചിരിക്കുന്ന മീൻ പീസസ് ഓരോന്നും അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമാങ്ങയുടെ പുളിയെല്ലാം നന്നായി ഇറങ്ങി അയില മീനിലേക്ക് പിടിച്ച് ഗ്രേവി എല്ലാം നല്ല തിക്കായി വരുമ്പോഴാണ് നമ്മുടെ ഈ തിളപ്പിച്ച മീൻകറി നല്ല സെറ്റായിട്ട് വരുന്നത്. അപ്പോ ഇനിയും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തിള വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് തുറന്നു നോക്കാം. ദാ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കുന്നുണ്ട്. ഇപ്പൊ ദാ നോക്കിയേ, പച്ചമാങ്ങയിട്ട് മുളകിൽ തിളപ്പിച്ച നമ്മുടെ അയില മീൻ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂട് ചോറിലേക്ക് ഈ മീൻ ചാറൊന്ന് കോരി ഒഴിച്ച് ഒരു കഷ്ണം അയിലമീനും ചേർത്ത് ആ മാങ്ങയും സൈഡിൽ വെച്ച് കൂട്ടിക്കുഴച്ചൊരു പിടി പിടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊണ് കുശാലായി. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയുമായി കാണാം. ടാറ്റാ.